വിമുദ്രീകരണത്തിന് 50 നാൾ പിന്നിടുന്നു. അധ്വാനിക്കുന്ന ജനവിഭാഗത്തെ ദുരിതത്തിലാക്കിയ വിമുദ്രീകരണം വൻ പരാജയമാണെന്നും സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിശൂന്യമായ നടപടിയാണെന്നും സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മുംബൈ സ്കൂൾ ഓഫ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പ്രൊഫസർ ആർ രാംകുമാർ. കള്ളപ്പണവും കള്ളനോട്ടുകളും വെളിയിൽ കൊണ്ടുവരാമെന്നത് വെറും വ്യാമോഹമാണെന്നും പ്രൊഫസർ രാംകുമാർ സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ ഈ സാമ്പത്തിക വിമുദ്രീകരണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും പ്രൊഫസർ രാംകുമാർ അഭിപ്രായപ്പെട്ടു. ജനാധിപത്യപരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ഒരു ഭരണകൂടം തങ്ങളെ തെരഞ്ഞെടുത്ത ജനങ്ങളുടെ ഏകദേശം 10-12 ലക്ഷം കോടി രൂപ ലിറ്ററലി അവരത് കോൺഫിസ്കേറ്റ് ചെയ്ത് തിരിച്ചു കൊടുക്കാണ്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഭയാനകമായിട്ടുള്ള ഒരു വശം. ഇന്ത്യൻ സമ്പദ്ഘടനയെ മാറ്റിമറിക്കാൻ ഇതുകൊണ്ട് കഴിയില്ലെന്നും സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും ബുദ്ധിശൂന്യമായ പ്രവൃത്തിയാണ് ഇത്തരം നടപടികളെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിശൂന്യമായ സാമ്പത്തിക പരിഷ്കരണ നടപടികളിൽ ഒന്നാണ് വിമുദ്രീകരണം എന്നുള്ളതാണ്. ജനങ്ങളെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ഇംപ്ലിമെന്റേഷനിൽ മാത്രമാണ് പ്രശ്നം, അതിൻ്റെ കൺസെപ്ഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ ഒരു ചർച്ച വരുന്നുണ്ട്. അതും ശരിയല്ല. ഒരു കൺസെപ്റ്റ് എന്ന രീതിയിലും അതേപോലെ തന്നെ ഇംപ്ലിമെന്റേഷനിലെ പരാജയവും രണ്ടും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുമിച്ച് കാണേണ്ടതുണ്ട്. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇത്തരം നിലപാടുകൾ കൊണ്ടെത്തിക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഗ്രാമീണ മേഖലയെ ഈ വിമുദ്രീകരണം വളരെ ഗുരുതരമായി ബാധിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. രാജ്യത്ത് വിമുദ്രീകരണം നടന്നിട്ട് 50 ദിവസം പിന്നിടുമ്പോഴും സാധാരണക്കാർ ഇപ്പോഴും ആശങ്കയിലാണ്. ചില്ലറ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എല്ലാവരും 2000 നോട്ട് കൊണ്ടാണ് വരുന്നത്. പരമാവധി അഡ്ജസ്റ്റ് ആക്കി കൊടുക്കൽ തന്നെ, വേറെ വഴിയില്ലല്ലോ. പിന്നെ കുറേയെല്ലാം പിന്നെ സ്ലിപ്പ് എഴുതി കൊടുത്തു, പിന്നെ വന്നിട്ട് വേറെ ടൈമിന് വന്നിട്ട് പിന്നെ സാധനം എടുത്ത് അതിൻ്റെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിമില്ലാത്ത കർഷകരുടെയും മറ്റും സ്ഥിതിയാണ് കൂടുതൽ ദുരിതത്തിലായത്. गिराइक में थोड़ा प्रॉब्लम हुआ है, लेकिन पेमेंट के लिए इधर बैंक से आरटीजीएस कर देते, उधर पैसा नहीं निकल रहा है, वो बूम मार दे खाली। फार्मर को पैसा नहीं मिल रहा है, पैसा इसके लिए का धंधा कम हो गया है। तकलीफ तो हो रहा, सबको हो रहा, तकलीफ बहुत तकलीफ हो रहा। हमारे में तो बहुत फर्क पड़ा ना हम लोग को. കള്ളനോട്ടുകൾ തടയാൻ ഒരിക്കലും ഇത്തരം നടപടികൾ കൊണ്ട് കഴിയില്ലെന്നും കള്ളപ്പണം കുറയ്ക്കാൻ പോലും വിമുദ്രീകരണം കൊണ്ട് സാധിക്കില്ലെന്നും രാംകുമാർ വ്യക്തമാക്കി. 500 രൂപയുടെയും 1000 രൂപയുടെയും കള്ളനോട്ടുകൾ ബാങ്കുകൾ വേർതിരിച്ചെടുത്തിട്ടുള്ളതും അതുപോലെ തന്നെ പോലീസ്, മിലിറ്ററി, അതുപോലെയുള്ള എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് കണ്ടെടുത്തിട്ടുള്ള കള്ളനോട്ടുകളും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ തന്നെ മൊത്തം 500-1000 രൂപ നോട്ടുകളുടെ 0.002% മാത്രമേ വരുന്നുള്ളൂ. ഇന്ത്യയിൽ ക്യാഷ് രൂപത്തിൽ 5-6% മാത്രമേ കള്ളപ്പണമായുള്ളൂവെന്നും ഭൂമി, സ്വർണം എന്നിവയിലാണ് കള്ളപ്പണ നിക്ഷേപം അധികവും നടന്നിരിക്കുന്നതെന്നും അതിനാൽ ഇത്തരം നടപടികൾ കള്ളനോട്ടുകളും കള്ളപ്പണവും വെളിയിൽ കൊണ്ടുവരുവാൻ ഒരിക്കലും ഉപകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കള്ളപ്പണം എന്ന് പറയുന്നത് ക്യാഷ് രൂപത്തിൽ സൂക്ഷിക്കുന്നത് ഏകദേശം 5-6% മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ കണക്കല്ല. ഇതുവരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നടത്തിയിട്ടുള്ള റെയ്ഡുകളിൽ എല്ലാ വിധത്തിലുള്ള കള്ളപ്പണങ്ങളും അവർ കണ്ടുപിടിച്ചതിൽ 5-6% മാത്രമേ അവർ തന്നെ ക്യാഷിൻ്റെ രൂപത്തിൽ കണ്ടെടുത്തിട്ടുള്ളൂ. കള്ളപ്പണം കൂടുതലും സൂക്ഷിക്കപ്പെടുന്നത് ഭൂമി, സ്വർണം, രത്നങ്ങൾ, ഫിനാൻഷ്യൽ ഷെയറുകൾ ഈ രൂപത്തിലൊക്കെയാണ്. ആരുടെ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലായാലും പ്രധാനമന്ത്രി നടത്തിയ ഇത്തരം പ്രവൃത്തിയെ അംഗീകരിക്കാൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പോലും തയ്യാറാവുന്നില്ലെന്നും രാംകുമാർ അഭിപ്രായപ്പെട്ടു. സാമ്പത്തിക ശാസ്ത്രജ്ഞർ ഇടത് വലത് പ്രത്യയശാസ്ത്രങ്ങൾ എടുത്ത് നോക്കി, ഏത് പ്രത്യയശാസ്ത്ര വീക്ഷണകോണിൽ കൂടി നോക്കിയാൽ പോലും ഒരു ബേസിക് ഇക്കണോമിക് ലോജിക്ക് ഈ വിമുദ്രീകരണത്തിൽ കാണാൻ ഒട്ടുമിക്ക സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യയിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് ഇതുകൊണ്ട് ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെന്ന് രാംകുമാർ പറഞ്ഞു. ഗ്രാമീണ മേഖലയുടെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നോൺ അഗ്രികൾച്ചർ, അതായത് കൺസ്ട്രക്ഷൻ, ഇതുപോലെയുള്ള മേഖലകൾ. അവിടെയും ഒരുപാട് റിപ്പോർട്ടുകൾ കാണിക്കുന്നത് കമ്പനികളും ചെറുകിട ഫാക്ടറികളുമൊക്കെ തന്നെ ഈ ഒരുപാട് തൊഴിലാളികളെ, ഏകദേശം 40-50% തൊഴിലാളികളെ പിരിച്ചുവിടുന്ന അവസ്ഥയും.
സർക്കാരിന് ഇതിൽ നിന്ന് തടിയൂരാൻ കഴിയില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സർക്കാരിന് ഇതിൽ നിന്നും തടിയൂരാൻ സാധ്യതകൾ വളരെ കുറവാണെന്നുള്ളതാണ്. അല്പം മുമ്പായിരുന്നെങ്കിൽ, നവംബറിന്റെ മധ്യത്തിലൊക്കെ ആയിരുന്നെങ്കിൽ, കുറച്ച് ദിവസം കൂടി 500-1000 രൂപ നോട്ടുകളുടെ സർക്കുലേഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിൽ കൂടി വേണമെങ്കിൽ തലയൂരാൻ അവർക്ക് സാധിക്കുമായിരുന്നു. ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് OV വിജയൻ നടത്തിയ സംവാദങ്ങൾ അദ്ദേഹത്തിന്റെ ക്രിയാത്മകതയെ ദൂർത്തടിക്കുകയായിരുന്നുവെന്ന് സിവിക് ചന്ദ്രൻ മുംബൈ കേരള ഹൗസിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദീപൻ ശിവരാമന്റെ ഖസാക്കിന്റെ ഇതിഹാസ നാടകത്തിന്റെ പ്രദർശനത്തിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ചർച്ചയിൽ പത്രപ്രവർത്തകൻ സിബി സത്യൻ മോഡറേറ്ററായിരുന്നു. നാടകം പഠിച്ചവരുടെ ജീവിതാവസ്ഥ ദയനീയമാണെന്നും അങ്കണവാടി ടീച്ചറുടെ ജീവിത സാഹചര്യമെങ്കിലും നാടക നടന് ലഭിക്കേണ്ടതുണ്ടെന്നും സിവിക് അഭിപ്രായപ്പെട്ടു. ഇന്ന് വലിയ നിക്ഷേപം ആവശ്യമുള്ള മാധ്യമമായി മാറിയത് പുതിയ അവസ്ഥയിലാണെന്നും കൊളോണിയൽ ആധുനികതയെ നിരസിക്കുകയായിരുന്നു OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമെന്നും സിവിക് ചന്ദ്രൻ അഭിപ്രായപ്പെട്ടു. മലയാളത്തിൽ നടന്ന സാംസ്കാരിക വിപ്ലവമാണ് ഖസാക്കിന്റെ ഇതിഹാസം. മലയാളത്തിന്റെ ധമനികളിൽ അടിഞ്ഞു ചേർന്ന ഭാഷ ഖസാക്ക് നൽകിയതാണ്. ആ കൃതി പുറത്തിറങ്ങിയപ്പോൾ കനത്ത എതിർപ്പാണ് ഏറ്റുവാങ്ങിയതെന്ന് കവി PN ഗോപികൃഷ്ണൻ പറഞ്ഞു. ഒരു ജനതയുടെ വികാരമായി മാറിയ കൃതിയാണ് OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസമെന്ന് ചടങ്ങിൽ സംസാരിച്ച എഴുത്തുകാരി മാനസി പറഞ്ഞു. പ്രിയ M വർഗീസ്, PD ജയപ്രകാശ് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ സ്മാരകത്തിന്റെ അനാച്ഛാദനം നടന്നു. ബാന്ദ്ര ഈസ്റ്റിലുള്ള 16-ാം നമ്പർ റോഡിന് പത്മശ്രീ മുഹമ്മദ് റഫി എന്ന നാമകരണവും നിർവഹിച്ചു. ലോകമെമ്പാടുമുള്ള റഫി ആരാധകർക്കായി സ്മാരകം സമർപ്പിക്കുന്നുവെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകിയ വെങ്കിടാചലം. അനശ്വര ഗായകൻ മുഹമ്മദ് റഫിയുടെ സ്മാരകത്തിന്റെ അനാച്ഛാദനം നടന്നു. ബാന്ദ്ര ഈസ്റ്റിലുള്ള 16-ാം നമ്പർ റോഡിന് പത്മശ്രീ മുഹമ്മദ് റഫി എന്ന നാമകരണവും ചെയ്തു. പ്രമുഖ ഹിന്ദി ചലച്ചിത്ര പിന്നണി ഗായകൻ മുഹമ്മദ് റഫിയുടെ 36 വർഷത്തെ നിയോഗത്തിന് ശേഷം 92-ാം ജന്മദിനത്തിൽ നടന്ന ചടങ്ങിലാണ് റഫിയുടെ സ്മാരകം അനാച്ഛാദനം ചെയ്തത്. പ്രമുഖരും പ്രശസ്തരുമായ ഒട്ടനവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ റഫിയുടെ മക്കളും ഈ അഭിമാന മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. മുഹമ്മദ് റഫിയുടെ ആരാധകർക്കായി ഈ സ്മാരകം സമർപ്പിക്കുന്നുവെന്ന് ഈ പദ്ധതിയുടെ സാക്ഷാത്കാരത്തിനായി ചുക്കാൻ പിടിച്ച വെങ്കിടാചലം പറഞ്ഞു. ഇത് തന്റെ ജീവിതത്തിലെ മറക്കാനാവാത്ത നിമിഷമാണെന്നും തൃശൂർ സ്വദേശിയായ വെങ്കിടാചലം വ്യക്തമാക്കി. എൻ്റെ ജീവിതത്തിൽ ഇത് ഒരു ലൈഫ് എന്താ പറയുക, ഒരു ഇവൻറ്റ്, മറക്കാനാവാത്ത ഒരു ഇവൻ്റാണത്. കോടാനുകോടി റഫി ഫാൻസ് ഓൾ ഓവർ ദ വേൾഡ് ആലോചിക്കുമ്പോൾ ഐ ആം ദ ചോസൺ വൺ, അതും ഒരു മലയാളി, എനിക്ക് പറയാൻ ആവില്ല, അത്ര അധികം സന്തോഷമുണ്ട്. സ്മാരകം രൂപകൽപ്പന ചെയ്ത രാജേഷിന്റെ വാക്കുകളിലും അഭിമാനവും സംതൃപ്തിയും നിറഞ്ഞു നിന്നു. അത് ഈ മുഹമ്മദ് റഫി പോലെ ഇത്ര വലിയ സിംഗറിന്റെ ഒരു മെമ്മോറിയൽ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയതും ഒരു എൻതൂസിയാസ്റ്റിക് ട്രസ്റ്റാണ് ഇതിന്റെ പിന്നിൽ. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ജീവിതം ഇരുട്ടിലാണെങ്കിലും റഫിയുടെ ഗാനങ്ങളാണ് സമീറിന്റെ ശക്തിയും വെളിച്ചവും. मोहम्मद रफ़ी साहब की आवाज़ में वो सुरीलापन है, वो मिठास है, वैसा सुरीलापन वैसा मिठास और किसी गायक की आवाज़ में हो भी नहीं सकता और है भी नहीं. उनकी आवाज़ दिल को छू जाने वाली, उनके अलावा और मैं किसी को ऐसा मानता हूँ कि गायक कलाकार दूसरा कोई हो भी नहीं सकता उनके जैसा. मेरा तो जो भी कदम है वो तेरी राह में है, मेरा तो जो भी कदम है वो तेरी राह. ഒരിക്കൽ മാത്രം ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഗാനപ്രതിഭയെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രശസ്ത പിന്നണി ഗായകൻ SP ബാലസുബ്രഹ്മണ്യം പങ്കിട്ടു. Acting before a microphone. Most of the actors get credits because of a singer. Because the singer first imagines the situation and gives his life to that. Everybody, we all do that. But this gentleman, even if the song is not picturized, if you just close your eyes and listen to him, you see the entire picture before your eyes after closing. The involvement of him and the way he expresses himself, any rasa, all the navarasas, he had been extremely the best. തുടർന്ന് സോണു നിഗവും SP യും ചേർന്ന് ആലപിച്ച ഗാനം അനശ്വര ഗായകന്റെ ഓർമ്മകൾക്ക് മുൻപിലെ അർച്ചനയായി. के जहां में
റഫിയുടെ ഒട്ടേറെ ഹിറ്റ് ഗാനങ്ങൾക്കായി ദൃശ്യാവിഷ്കാരം നൽകിയ ബോളിവുഡ് താരം ജിതേന്ദ്ര തന്റെ സ്വതസിദ്ധമായ ശൈലിയിലാണ് പഴയകാല സ്മരണകൾ പങ്കിട്ടത്. सडनली वो बाहर निकल गई तो कोई आवाज सुनकर मैं डर गया. वो मेरी आवाज थी. കുമാർ നിഗം, ഛായാരവി, വിശ്വജിത്ത് തുടങ്ങി ഒട്ടനവധി പ്രശസ്തർ ചടങ്ങിൽ പങ്കെടുത്തു. SNDP കല്യാൺ ശാഖയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടന്നു. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. ശിങ്കാരിമേളത്തിന്റെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. പൊതുസമ്മേളനത്തിൽ SNDP കല്യാൺ യൂണിയൻ സെക്രട്ടറി കുഞ്ഞുമോൻ സ്വാഗതം പറഞ്ഞു. മുംബൈ താനെ യൂണിയൻ പ്രസിഡന്റ് S ഗോപാലകൃഷ്ണൻ മുഖ്യാതിഥിയായ ചടങ്ങിൽ കല്യാൺ ശാഖ പ്രസിഡന്റ് അനിൽ കെ, മുംബൈ താനെ യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗംഗാധരൻ TK, സെക്രട്ടറി പത്മനാഭൻ, ബിനു കെ തുടങ്ങി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. കായിക മത്സരത്തിൽ പങ്കെടുത്ത വിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു. തുടർന്ന് നടന്ന കലാപരിപാടികൾ കുടുംബ സംഗമത്തിന് തിളക്കം. മുംബൈ നഗരത്തിലെ മണ്ഡലപൂജ മഹോത്സവ വിശേഷങ്ങളിലേക്ക്. കേരളത്തിന് പുറത്തുള്ള മുംബൈയിലെ പ്രധാന അയ്യപ്പ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതും പഴക്കമേറിയ അയ്യപ്പ ക്ഷേത്രമാണ് ഗോരഗാവിലെ ബംഗൂർ നഗറിലെ അയ്യപ്പ ക്ഷേത്രം. മെയ്യിൽ നടക്കുന്ന ഉത്സവവും മണ്ഡലപൂജയും ഇവിടുത്തെ പ്രധാന വിശേഷങ്ങളാണ്. ഇവിടുത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ടാണ് നടക്കുന്നത്. ഇപ്രാവശ്യം ഇത് കഴിഞ്ഞാൽ അടുത്ത മേയിൽ ഞങ്ങളുടെ കൊടിയേറ്റും 10 ദിവസത്തെ ഉത്സവമുണ്ട്. അത് രണ്ടിടത്തും കൊടിയേറുന്നതാണ്. നൂറുകണക്കിന് ഭക്തർ പങ്കെടുക്കുന്ന താലപ്പൊലിയും പാലക്കൊമ്പെഴുന്നള്ളിക്കലും ഉടുക്കുപാട്ടും കുരുത്തോല തുടങ്ങിയ പരമ്പരാഗത പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ക്ഷേത്രവും എല്ലാം മറ്റു അയ്യപ്പ പൂജകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. പ്രൗഢി കൊണ്ടും ആൾബലം കൊണ്ടും പ്രവാസിക്കു കിട്ടിയ ഏറെ പ്രാധാന്യമുള്ള ഈ ക്ഷേത്ര സമുച്ചയം എന്തുകൊണ്ടും മുംബൈ നഗരത്തിന് കിട്ടിയ വരദാനമാണ്. നമ്മൾ 1966 തുടങ്ങിയതാണ്. അന്ന് നമ്മൾ ജവഹർ നഗർ ഹാളിൽ ഒരു പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1983 അമ്പലം വന്നതോടുകൂടി ഇവിടേക്ക് നമ്മൾ സ്ഥലം മാറ്റി. ഇവിടെ നമ്മൾ മണ്ഡലമാസം, ഉത്സവം, മെയ് മാസം, അങ്ങനെ എല്ലാം ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ചുറ്റി നടത്തും. ഇത്രയും വലിയ പ്രൊജക്ഷൻ പറഞ്ഞാൽ മുംബൈയിലെ നമ്പർ 1 പ്രൊജക്ഷനാണ്. അയ്യപ്പസ്തുതിയടങ്ങിയ ഉടുക്കുപാട്ടും കോമരങ്ങളും ക്ഷേത്രാങ്കണത്തെ ഭക്തിയുടെ നിർവൃതിയിലുയർത്തി. അയ്യപ്പന് പ്രിയപ്പെട്ട അന്നദാനം ഉത്സവകാലത്ത് നൽകി വരുന്നു. മിനിമം 10 ദിവസം കൊണ്ട് നമ്മൾ 25,000 പേർക്കെങ്കിലും രാവും പകലുമായിട്ട് 3 നേരം രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടായിട്ട് അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് തന്നെ ഒരു 1500-1700 പേര് ആഹാരം കഴിക്കാനുണ്ടാവും ഈ ഉത്സവം ഇപ്പോൾ കഴിഞ്ഞ ശേഷം. ഇതോടൊപ്പം എല്ലാ ദിവസവും വൈവിധ്യമാർന്ന കലാപരിപാടികളും ഉണ്ടായിരുന്നു. പ്രണവ് മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച ഭക്തിഗാനമേള മണ്ഡലപൂജ ആഘോഷ പരിപാടികൾക്ക് തിളക്കം കൂട്ടി.
രാഹുൽ മുരളീധരൻ, ശ്രുതി മോഹൻ, രാജലക്ഷ്മി സോമരാജൻ എന്നിവർ അതിഥി ഗായകരായി സംഗീത പരിപാടിയിൽ ഗണേഷ് അയ്യർ, മുരളി നായർ, ദീപ്തി ദേവദാസ്, മോഹിത, പ്രമോദ് നമ്പ്യാർ, ഷാജു നമ്പ്യാർ തുടങ്ങിയവരുടെ ആലാപന മികവും ശ്രദ്ധ നേടി. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ട്യൂണിംഗ് കൈരളിയാണ് പീപ്പിൾ ടി വി.